നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട ഡൽഹി ജന്തർ മന്ദറിൽ സിജെപി പ്രതിഷേധം തുടർന്നു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും വരെ പ്രതിഷേധം തുടരുമെന്ന് സിജെപി പ്രവർത്തകർ. സിജെപി പ്രവർത്തകർക്കെതിരെ നടപടിയുമായി പോലീസ്. ശ്രീജിത്ത് എംജിയുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുന്നതുവരെ സിജെപിയുടെ പ്രതിഷേധം തുടരുമെന്നാണ് സിജെപി പ്രവർത്തകർ അടക്കം പറയുന്നത്. എങ്ങനെയാണ് ഇപ്പോഴത്തെ സ്ഥിതി? സിജെപിയുമായി ബന്ധപ്പെട്ട് ഇത് രണ്ടാം ഘട്ട സമരമാണ്. ഈ നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അഭിജിത്തിന്റെ നേതൃത്വത്തിൽ മുൻപും ഡൽഹി ജന്തർ മന്ദറിൽ ആദ്യഘട്ട സമരമുണ്ടായിരുന്നു. പിന്നീട് അത് ബാംഗ്ലൂരു, അതോടൊപ്പം തന്നെ പൂനെ അടക്കമുള്ള നഗരങ്ങളിൽ വിവിധ സമയങ്ങളിൽ ഇത്തരം സമരങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ബാക്കി പത്രമായിട്ടാണ് ഇന്ന് ജന്തർ മന്ദറിൽ വീണ്ടും സമരം ആരംഭിച്ചത്. ആ സമരമാണ് ഇപ്പോൾ 5 മണി വരെ ആയിരുന്നു ഈ പോലീസ് അവിടെ സമരം ചെയ്യാൻ അനുമതി നൽകിയിരുന്നെങ്കിൽ ആ സമയത്താണ് ഈ അഭിജിത്തിന്റെ ഒരു അപ്രതീക്ഷിതമായൊരു പ്രഖ്യാപനം ഉണ്ടാകുന്നു. ഇന്ന് സമരത്തിന് വന്ന ഈ സമരഭടന്മാർ, ഈ പ്രവർത്തകർ, സിജെപി പ്രവർത്തകർ ഇന്ന് ഇവിടെ നിന്നും ഒഴിഞ്ഞു പോകുന്നില്ല. നിലവിലെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ അദ്ദേഹം രാജിവെക്കുന്നതുവരെ തന്നെ ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്നൊരു പ്രഖ്യാപനമായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത്. അതിനുശേഷം തന്നെ അദ്ദേഹം ആ പ്രസംഗത്തിൽ പറയുകയാണ്, ഈ സമരത്തിൽ വന്നിരിക്കുന്നവർ മുഴുവനും ഇനി ഈ സമരത്തിൻ്റെ പങ്കാളികളായി വരും ദിവസങ്ങളിലും ഇവിടെ നിൽക്കണം. അതോടൊപ്പം തന്നെ ജയിലിൽ പോകാനും മർദ്ദനമേൽക്കുവാനും തയ്യാറായിക്കൊള്ളണമെന്നും അദ്ദേഹം ഈ പ്രവർത്തകരോട് പറയുന്നതും നാം ആ പ്രസംഗത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു യുവാക്കളുടെ ജൻസിയുടെ ഒരു കൂട്ടം തന്നെയായിരുന്നു ഇന്ന് ജന്തർ മന്ദറിൽ കണ്ടത്. എന്തായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായിരുന്നു. ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന് പ്രത്യേക സമയം ക്രമീകരിച്ചിരുന്നു. ആ സമയം ക്രമീകരിച്ച ശേഷം വീണ്ടും ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോയപ്പോഴാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും, ഡൽഹി പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഡൽഹി പോലീസ് ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിലേക്ക്, അവിടെ നിന്നും ജന്തർ മന്ദിറിൽ നിന്നും ഒഴിപ്പിക്കുന്ന നടപടിയിലേക്കെല്ലാം കടന്നിട്ടുണ്ട്. പക്ഷേ ഡൽഹി പോലീസ് കൃത്യമായി തന്നെ ഈ സമരം ഒരു സംഘർഷത്തിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു ജാഗ്രതയും പാലിക്കുന്നുണ്ട്. അതെന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നയമായി തന്നെ നാം കാണേണ്ടതുണ്ട്. ഈ സമരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പലരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഈ സമരത്തിന് അനുമതി നൽകാൻ സാധ്യതയില്ലെന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വന്നെങ്കിൽ തുടക്കം മുതൽ തന്നെ പോലീസ് ഈ സമരത്തിനെല്ലാം അനുമതി നൽകുന്നതാണ് നാം കണ്ടത്. പക്ഷേ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ് ആ അനുമതി നൽകിയ സമയത്തേക്കാൾ കൂടുതൽ സമയത്തേക്ക് ഈ സമരം നീണ്ടപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നീറ്റ് പരീക്ഷ നാളെ നടക്കാനിരിക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് സിജെപി ഇപ്പോൾ ഡൽഹിയിൽ നടത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഇത്തരം വലിയ രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ഈ സിജെപി സ്ഥാപകനായ അഭിജിത്ത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സിജെപിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം തുടരുകയാണ്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം ലഭിച്ചിട്ടുണ്ട്. അതിലേക്ക് कोई पीछे हटेगा नहीं, चाहे कुछ भी हो जाए, जेल भी जाना पड़े, डिटेन भी होना पड़े, लाठी भी खाना पड़े, तो कोई पीछे नहीं हटेगा. तो मैं पुलिस से रिक्वेस्ट करता हूं, हमारी परमिशन को एक्सटेंड कर दीजिए. कल तक हमें यहां बैठे रहने की परमिशन दे दीजिए. हम यहां से नहीं जाएंगे, हम यहां से नहीं जाएंगे. എന്നാലും വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് ഡൽഹി ജന്തർ മന്ദറിൽ സിജെപിയുടെ പ്രതിഷേധം തുടരുന്നത്. സിജെപി പ്രവർത്തകർക്കെതിരെ കൂടുതൽ നടപടികളിലേക്ക് അടക്കം കടക്കുകയാണ് പോലീസ്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.